ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. എപ്പിസോഡിന്റെ തുടക്കത്തിലെ കല്യാണ വേഷത്തിലിരിക്കുന്ന ചാരുവിന്റെ ഫോട്ടോ അനിർബാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അവൻ ഇനിയും നിനക്ക് കള്ളം പറയാൻ പറ്റുമോ? നീ ഇവിടേക്ക് ദുർഗയ്ക്ക് വേണ്ടിയാ വന്നതെന്ന്. നമ്മുടെ വിവാഹമാണ് കഴിഞ്ഞത്. ഭഗവാൻ പോലും അതാണ് ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഞാൻ നിന്നെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. ദുർഗയുമായി അടുക്കാൻ നോക്കുമ്പോൾ എന്നെ കൊണ്ട് അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നീയാണെൻ്റെ ഭാര്യ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാമെന്നെല്ലാം അവളോട് പറയുമ്പോൾ അവൾ അവനോട് എന്നിൽ നിന്ന് ദൂരെ പോകാൻ പറയാണ്. അപ്പോൾ അവൻ ഞാൻ എന്തിനു ദൂരെ പോകണം, നീ എൻ്റെ ഭാര്യയാണെന്ന് പറയുമ്പോൾ അവൾ അവനെ തള്ളി മാറ്റിയിട്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയൊന്നുമല്ല, ഞാൻ ആ വിവാഹം ചെയ്തത് തന്നെ ദുർഗയ്ക്ക് വേണ്ടിയാണ്, അവളുടെ പേരിലാണ്. ഞാൻ നിങ്ങളെ പ്രണയിക്കുന്നില്ല. ദുർഗയും നിങ്ങളും കൂടെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിവാഹത്തിൻ്റെ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനിർബാൻ, അപ്പോൾ നീ എന്തിനാ ആ തപസ് ചെയ്തത്? നീ എൻ്റെ ഭാര്യയല്ല എന്ന് നീ പറയുന്നുണ്ടല്ലോ, പിന്നെ എൻ്റെ ചിന്ത എന്തിനാ നിനക്ക്? നീ മനസ്സിലാക്ക്, ഈ വിവാഹവും താലിയും സിന്ദൂരവും ഒന്നും തമാശയോ കുട്ടിക്കളിയോ അല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ അവൾ അതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ അവസാനം അനിർബാൻ ഞാൻ ഈ സത്യങ്ങളെല്ലാം ദുർഗയോട് പറയാൻ പോകുവാണെന്ന് പറയുമ്പോൾ ചാരു അവിടെയുള്ള കത്തിയെടുത്തിട്ട് കയ്യിൽ വെച്ച് ദുർഗയോട് സത്യം പറഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അനിർബാൻ പേടിച്ചിട്ട് കത്തി താഴെ വയ്ക്കാൻ അവളോട് പറയുന്നുണ്ട്. പിന്നെ ശാന്തി മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് ദുർഗയും മുത്തശ്ശിയും സാവിത്രിയും അണിയിച്ചൊരുക്കുന്നുണ്ട്. പിന്നെ അനിർബാൻ ആകെ ടെൻഷൻ അടിച്ച് മദ്യപിക്കുന്നുണ്ട്. ചാരു ആണ് എൻ്റെ ഭാര്യ, പിന്നെ ഞാനെങ്ങനെ ദുർഗയോടൊപ്പം ജീവിക്കും, എന്നെക്കൊണ്ട് അതിന് പറ്റില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് സാവിത്രി വന്ന് അനിർബാനോട് നീ ഇനി ചാരുവിനെ ആലോചിച്ചിരിക്കരുത്, ദുർഗയുടെയും നിൻ്റെയും ശാന്തി മുഹൂർത്തമാണ് ഇന്ന്, അപ്പോൾ അവൾ നിന്നെ കാത്തിരിക്കുകയാണ്, അവളോടൊപ്പം സന്തോഷമായി ജീവിച്ചു തുടങ്ങി നീ എന്ന് പറഞ്ഞിട്ട് ഇടാനുള്ള ഡ്രസ്സ് കൊടുത്തിട്ട് ആൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സ് മാറിയതിന് ശേഷം അവനെ കാത്തിരിക്കുന്ന ദുർഗയുടെ അടുത്തേക്ക് പോകാതെ അനിർബാൻ വീടിന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ട് ചാരു അവൻ്റെ പിന്നാലെ പോയി അവനോട് എന്താ ദുർഗയുടെ അടുത്തേക്ക് പോകാതെ, അവൾ നിങ്ങളെ കാത്തിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ അവൻ ഞാനും ദുർഗയും തമ്മിൽ ഒരു ബന്ധവുമില്ല, പിന്നെ ഞാനെന്തിന് അവളുടെ അടുത്തേക്ക് പോകണം, നീയാണ് എൻ്റെ ഭാര്യ. ദുർഗ ഇത് അറിഞ്ഞാൽ അവൾക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടാകും, എന്നിരുന്നാലും ഇത് അവളോട് പറയുന്നതാണ് നല്ലത് എന്നൊക്കെ അവൻ അവളോട് പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ അതൊന്നും കേൾക്കുന്നില്ല. ഒരു സിന്ദൂരച്ചെപ്പ് എടുത്ത് ദുർഗയെ നിങ്ങൾക്ക് ഭാര്യയായി തോന്നുന്നില്ലെങ്കിൽ ഈ സിന്ദൂരം അവൾക്ക് ഇട്ടുകൊടുക്ക്, അപ്പോൾ അവൾ ഭാര്യ ആകുമല്ലോ എന്നവൾ പറയാണ്. അപ്പോൾ അനിർബാൻ ആ സിന്ദൂരം അവളോട് ഇടാൻ പറയാണ്. അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അടിയാകുന്നുണ്ട്. അപ്പോൾ ചാരു ഞാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഒരു റിക്ഷ വന്നിട്ട് അവളെ തട്ടുന്നുണ്ട്. അങ്ങനെ അവൾ അവിടെ ബോധം കെട്ടി വീഴാണ്. അപ്പോൾ അനിർബാൻ കയ്യിലുള്ള സിന്ദൂരച്ചെപ്പ് എറിഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ ആ സിന്ദൂരം മുഴുവൻ വന്നിട്ട് വീഴുന്നത് ചാരുവിൻ്റെ നെറുകയിലാണ്. അങ്ങനെ ചാരുവിനെ അവൻ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവളെ കണ്ടിട്ട് എല്ലാവരും അവളുടെ നെറുകയിൽ എങ്ങനെ സിന്ദൂരം വന്നു എന്ന് അനിർബാനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ അവളുടെ കയ്യിൽ സിന്ദൂരച്ചെപ്പ് ഉണ്ടായിരുന്നെന്നും അപ്പോൾ റിക്ഷ തട്ടിയപ്പോൾ അത് അവളുടെ മേലേക്ക് തന്നെ വീണതാണെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലതിക ജുംകിയോട് മിഹിർ അഭിരൂപിൻ്റെയും തൻ്റെയും മകനാണെന്നും അനിർബാനെ അവൻ്റെ അച്ഛനായ അഭിരൂപ് വെറുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നുള്ള സത്യങ്ങളെല്ലാം തുറന്നു പറയാണ്. അപ്പോൾ ഇത് പുറത്തു നിന്നിട്ട് ആരോ കേൾക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ ചാരുവിനെ ബോധം വരുമ്പോൾ കാണുക അവൾ ദുർഗയുടെയും അനിർബാൻ്റെയും റൂമിൽ കിടക്കുന്നതാണ്. അപ്പോൾ അവൾ അവിടെ നിന്ന് എണീച്ച് പോകുന്നുണ്ട്. പിന്നെ ലതികയും ജുംകിയും കൂടെ ചാരുവിൻ്റെ ആ കല്യാണ വേഷത്തിലുള്ള ഫോട്ടോ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം പൂജയുടെ സമയത്ത് ഈ കാര്യം എല്ലാവരോടും പറയാൻ അവർ തീരുമാനിക്കുകയാണ്. ആ സീൻ കട്ടായിട്ട് പിന്നെ ലതിക സത്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും തെളിവ് ഉണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ലതിക ഒരു ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ആ ഫോട്ടോ കണ്ടിട്ട് അഭിരൂപ് ലതികയെ അടിക്കുന്നുണ്ട്. കാരണം ആ ഫോട്ടോ ലതികയുടേത് തന്നെയാകും, ചാരുവിൻ്റെ ആവില്ല. അപ്പോൾ ആ ഫോട്ടോ മാറ്റി വെച്ചത് ചാരു തന്നെയാണ്. അപ്പോൾ ലതിക ചാരുവിൻ്റെ അടുത്ത് വന്ന് നീയല്ലേ അത് മാറ്റിവെച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിരൂപ് വന്ന് ലതികയെ നന്നായിട്ട് വഴക്ക് പറയാണ്. ഇന്നലെ ലതിക പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടത് വേറെ ആരുമല്ല, അഭിരൂപ് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മകൻ അനിർബാനിൽ നിന്ന് അകന്ന് നിൽക്കാനും അവനെ ഞാൻ വെറുക്കാനുമല്ലേ നീ ആഗ്രഹിക്കുന്നത്, ഞാനെല്ലാം കേട്ടിരുന്നു എന്ന് ആൾ പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ലതിക ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയും വന്നിട്ട് ലതികയെ അടിക്കുകയാണ്. അങ്ങനെ ലതിക ദേഷ്യം വന്നിട്ട് മിഹിർ അഭിരൂപിൻ്റെയും തൻ്റെയും മകനാണെന്നും അഭിരൂപ് തൻ്റെ ജീവിതം നശിപ്പിച്ചു, ഒരു വിധവയാണെന്ന് പോലും നോക്കാതെ എന്നെ ആൾ ഉപദ്രവിച്ചു എന്നുള്ള എല്ലാ സത്യവും എല്ലാവരോടും തുറന്നു പറയാണ്.
അപ്പോൾ അനിർബാൻ അഭിരൂപിനെ വഴക്കു പറയുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾക്ക് തന്നിരുന്ന ബഹുമാനം എനിക്ക് ഇനി തരാൻ സാധിക്കില്ല, എൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അഭിരൂപിനെ വഴക്ക് പറഞ്ഞിട്ട് ഒരു ബന്ധവും തമ്മിലില്ല എന്ന് പറയാണ്. പിന്നെ ചാരുവും ദുർഗയും കൂടെ അനിർബാനെയും മുത്തശ്ശിയെയും എല്ലാം പറഞ്ഞു മനസ്സിലാക്കി ലതികയുടെയും അഭിരൂപിൻ്റെയും വിവാഹം നടത്തുന്നുണ്ട്. അപ്പോൾ ലതിക ചെയ്ത തെറ്റിനെല്ലാം എല്ലാവരോടും മാപ്പ് പറയുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ചാരുവിൻ്റെ അടുത്തേക്ക് സമ്പൂർണ്ണ വന്ന് ഞാൻ പൂജാരിയോട് സംസാരിച്ചു, അപ്പോൾ ഇനി 21 ദിവസം നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഇന്നത്തെ പൂജയിൽ തന്നെ അനിർബാൻ്റെയും ദുർഗയുടെയും വിവാഹം നടത്താമെന്ന് ആൾ പറഞ്ഞു. അപ്പോൾ ഇനി നീ താലിയും സിന്ദൂരവും ഇടേണ്ട ആവശ്യമില്ല എന്ന് ചാരുവിനോട് ആൾ സന്തോഷത്തോടു കൂടെ പറയുന്നുണ്ട്. പക്ഷേ ഇത് കേട്ടിട്ട് ചാരുവിന് സന്തോഷത്തിന് പകരം ആകെ വിഷമാവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സമ്പൂർണ്ണ അവളോട് പൂജാരി പറഞ്ഞിട്ടുണ്ട് അനിർബാൻ്റെയും നിൻ്റെയും വിവാഹത്തിൻ്റെ ഗഡ്ബന്ധൻ അഴിക്കാൻ, അപ്പോൾ അത് നീ അഴിക്കണമെന്ന് പറയാണ്. അങ്ങനെ ആ ഗഡ്ബന്ധൻ്റെ അടുത്ത് ചാരു അഴിക്കാൻ നോക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് അനിർബാനും അവളും തമ്മിലുള്ള മൊമെൻറ്റ്സ് വരുന്നുണ്ട്. എന്നിട്ടും കരഞ്ഞിട്ട് അവൾ അത് അഴിക്കാൻ നോക്കുമ്പോൾ അവളെ കൊണ്ട് അതിന് പറ്റുന്നുണ്ടാവില്ല. എന്നിട്ട് അവളെ ഞാൻ ദുർഗയും അനിർബാനും കൂടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഞാൻ അനിർബാനെ പ്രണയിക്കുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിത് അഴിക്കാൻ പറ്റാത്തത് എന്ന് പറയാണ്. അപ്പോൾ അതിന് മറുപടി കൊടുക്കുന്നത് അവിടേക്ക് വന്ന അനിർബാനാണ്. അതിന് കാരണം നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ എത്ര കള്ളം വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ നിൻ്റെ മനസ്സിൽ എന്നോട് സ്നേഹമുണ്ട്, നീ എന്നെ പ്രണയിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഇത് അഴിക്കാൻ സാധിക്കാഞ്ഞത്. നമ്മുടെ കല്യാണമാണ് കഴിഞ്ഞത്, ദുർഗയുടെയും എൻ്റെയും അല്ല, ഞാൻ നിന്നെയാണ് പ്രണയിക്കുന്നത്, നമ്മളാണ് ഒപ്പം ജീവിക്കേണ്ടതെന്ന് അവൻ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് ദുർഗ പുറത്ത് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവൾ മാറി നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് അവിടേക്ക് വന്ന അനിർബാനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്തുകൊണ്ട് എന്നോട് ഇത് മറച്ചു വെച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും അവളോട് പറയുകയാണ്. ചാരു എൻ്റെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവൾ നിന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, നീയും ഞാനും കൂടെ ജീവിക്കാനാണ് ചാരു ആഗ്രഹിക്കുന്നത് എന്നെല്ലാം അവളോട് പറയാണ്. അപ്പോൾ ദുർഗ അനിർബാനോട് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഒന്നിപ്പിക്കും, ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിറ്റേ ദിവസം അനിർബാനും ദുർഗയും കൂടെ പൂജ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അനിർബാനോട് പൂജാരി ദുർഗയ്ക്ക് സിന്ദൂരമിട്ട് കൊടുക്കാൻ പറയുന്നത് കേട്ട് ചാരു അവൾക്കത് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുമ്പോൾ ദുർഗ അവളോട് നിൽക്കാൻ പറയാണ്. എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് നീ എങ്ങോട്ടാ പോകുന്നത് അനിർബാൻ, എനിക്ക് സിന്ദൂരമിട്ട് തരുന്നത് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചാരു നീ എന്താ പറയുന്നത് ദുർഗ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ എല്ലാവരുടെയും മുന്നിൽ വച്ചും സത്യങ്ങളെല്ലാം പറയാണ്. അനിർബാൻ്റെയും ചാരുവിൻ്റെ വിവാഹമാണ് കഴിഞ്ഞത്, അനിർബാന്റെ സുരക്ഷാ കവചം ചാരു ആണ് എന്ന് പറഞ്ഞിട്ട് ചാരുവിനോട് നീ നിന്റെ പ്രണയം എനിക്ക് വേണ്ടിയിട്ട് ത്യജിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കും ഒരു അവസരം എൻ്റെ സൗഹൃദം തെളിയിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എനിക്ക് നിന്റെയും അനിർബാന്റെയും ഇടയിൽ വരാൻ പറ്റില്ല, നിങ്ങൾ പരസ്പരം പ്രണയിക്കുന്നുണ്ട്, നിനക്ക് അവനോടുള്ള പ്രണയം കൊണ്ടാണ് ആ ഗഡ്ബന്ധൻ നിനക്ക് അഴിക്കാൻ സാധിക്കാഞ്ഞതെന്നും അവൾ പറയാണ്. അങ്ങനെ സമ്പൂർണ്ണ മുത്തശ്ശിയോട് ചാരുവിനെ ഈ വീട്ടിലെ മരുമകളായി അംഗീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭിരൂപ് ചാരുവിന് കുടുംബമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സമ്പൂർണ്ണ ചാരു റോയ് ചൗധരി വീട്ടിലെ തന്നെയാണ്, ദുർഗയും ചാരുവും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി ചാരുവിനെ മരുമകളായി അംഗീകരിക്കും, അതിന് സമ്മതമാണെന്ന് പറയുമ്പോൾ ജുംകി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. അനിർബാൻ മുത്തശ്ശിയോട് നന്ദിയെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ചാരുവിൻ്റെയും അനിർബാൻ്റെയും വിവാഹം എല്ലാ രീതികളോടും കൂടി ഒന്നുകൂടെ നടത്താൻ വേണ്ടി എല്ലാവരും തീരുമാനിക്കുകയാണ്. അതിനുശേഷം ജുംകി റൂമിൽ വന്നിട്ട് ഇപ്പോൾ എല്ലാവരും ചാരുവിനെയാണ് സ്നേഹിക്കുന്നത്, എന്നെയല്ല, അവളെ ചെറുപ്പത്തിൽ തന്നെ കൊല്ലേണ്ടതായിരുന്നു, ഞാൻ അവളെ വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ചാരുവിനെ ദുർഗ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ജുംകി പറഞ്ഞയച്ച ആളുകൾ ചാരുവാണെന്ന് വിചാരിച്ച് ദുർഗയെ തട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ജുംകി അവരെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ ജുംകിയോട് ഇതെന്താ ജുംകി എന്ന് ചോദിക്കുമ്പോൾ ജുംകി ഞാൻ ചാരുവിനെ പിടിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞത്, ആ ചാരുവിനാണ് എന്നേക്കാൾ കൂടുതൽ സ്ഥാനം എല്ലാവരും കൊടുക്കുന്നത്, അത് ഇനി ഒരിക്കലും അങ്ങനെ നടക്കാൻ സമ്മതിക്കില്ല എന്നവൾ പറയുകയാണ്. പിന്നെ ദുർഗയെ കാണാതെ ചാരുവും അനിർബാനുമെല്ലാം അവളെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ദുർഗ ജുംകിയോട് നീ എന്തിനാ ചാരുവിനെ ഇത്ര വെറുക്കുന്നത്, നീ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജുംകി നീ അവളെക്കുറിച്ച് ഒന്നും മിണ്ടരുത്, എല്ലാവരും അവളെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞാലേ ഞാൻ പുറത്തു പോകേണ്ടി വരും, അതുകൊണ്ട് നിങ്ങൾ 2 സഹോദരിമാരെയും ഞാൻ കൊല്ലുമെന്ന് പറയാണ്. അപ്പോൾ ദുർഗ ആകെ ഞെട്ടിയിട്ട് നീ എന്താ പറഞ്ഞ സഹോദരി എന്നോ എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ ജുംകി, അതേ ചാരുവാണ് നിന്റെ യഥാർത്ഥ സഹോദരി, ഞാനല്ല. കുറേ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ അമ്മ നിങ്ങളോട് എല്ലാവരോടും ഒരു കള്ളം പറഞ്ഞതാണ്. നിന്റെ കാണാതായ സഹോദരി ഞാനാണെന്ന്. ഈ കാര്യം പറയാൻ വേണ്ടി വന്ന അച്ഛനെ ബോലി വഴിയിൽ വെച്ച് തന്നെ കൊന്നു. അപ്പോൾ ചാരു തന്നെയാണ് ദേവി റോയ് ചൗധരി എന്ന് ജുംകി പറയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ചാരുവും അനിർബാനും ബാക്കിയുള്ളവരുമെല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ജുംകി, ഒരേ ദിവസമല്ലേ നിങ്ങൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ? ഇനി ഒരു ദിവസം തന്നെ നിങ്ങൾ രണ്ടുപേരും മരിക്കുമെന്ന് പറഞ്ഞ് ദുർഗയെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അനിർബാൻ വന്ന് അവളെ തടയുന്നുണ്ട്. ചാരു വന്ന് ദുർഗയുടെ കെട്ടഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ ചാരുവിനോട്, ചാരു നീ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ സമ്പൂർണ്ണ, എനിക്കറിയാമായിരുന്നു ചാരു തന്നെയാണ് എൻ്റെ ദേവിയെന്ന്. ആദ്യത്തെ ദിവസം മുതൽ ഞാൻ പറഞ്ഞിരുന്നു ചാരുവിൽ എൻ്റെ ബോധിതയുടെ സ്വഭാവം ഞാൻ കാണുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ പോലീസുകാർ വന്ന് ജുംകിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവൾ, ഞാൻ തിരിച്ചു വരും, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കൊല്ലുമെന്ന് പറയാണ്. അപ്പോൾ ദുർഗയും ചാരുവും, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ദുർഗയും ചാരുവും തമ്മിലുള്ള സ്നേഹം എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജുംകിയെ പോലീസുകാർ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ദുർഗയും ചാരുവും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ബാക്കി എല്ലാവരും സന്തോഷത്തോടു കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാരിസ്റ്റർ ബാബുവിൻ്റെ ടൈറ്റിൽ സോങ് അവിടെ പ്ലേ ആകുന്നുണ്ട്. അപ്പോൾ ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സീരിയൽ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഈ സീരിയൽ കണ്ടിട്ട് കമൻറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ സീരിയലിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഏതോ ബാരിസ്റ്റർ ബാബു ആണോ അതോ ദുർഗ ഓർ ചാരു ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഏത് സീസണാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ബാരിസ്റ്റർ ബാബു സീസൺ 1 ആണ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തത് ബന്നീച്ചോ ഹോം ഡെലിവറി ആണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ സീരിയൽ വേണോ വേണ്ടേ എന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിൽ വീര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരിയലുണ്ട്. അപ്പോൾ അതെന്തായാലും ഇടും. അതൊരു അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബറുടെ റിക്വസ്റ്റ് കൊണ്ടാണ് അതിടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മലയാളം എക്സ്പ്ലനേഷൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സീരിയൽസിൻ്റെയോ സീരീസിൻ്റെയോ മൂവീസിൻ്റെയോ നെയിം താഴെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.